കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ട് ചിലരെ. കർത്താവിനോട് കൂടെ ജീവിച്ച ചിലരെ കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് അവനോടുകൂടെ വാഴാനാണ്. അവനോടുകൂടെ വാഴാനായിട്ട് കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, അവർക്ക് ജീവിതത്തിൽ കഷ്ടമുണ്ട്. നല്ല ചെറുപ്പക്കാരെ, പ്രായം പറഞ്ഞ ചിലരൊക്കെ കഷ്ടം അനുഭവിക്കുന്ന കാണുമ്പോൾ, അവർക്കെന്തിനാ ഈ ക്ലേശം അനുഭവിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അവർക്ക് ഈ കർത്താവ് ഈ കഷ്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കർത്താവ് അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. കർത്താവ് അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പരിഹാരമില്ലാതെ ചില വിഷയങ്ങൾ കിടക്കുന്നുവെങ്കിൽ നമുക്കറിയാം, പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. ശരിയല്ലേ? നിങ്ങൾ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ ഐക്യപത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പരിഹാരമുണ്ട്, ഉറപ്പാ. എന്നിട്ട് കർത്താവേ, ഇവിടെ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവ് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ മാറ്റിത്തരില്ല. ചില വിഷയങ്ങൾ മാറ്റിത്തരില്ല. രണ്ടു കാര്യത്തിനാ. ഒന്ന്, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനെ ശൂലം കൊടുത്തെന്ന് പറയുന്നത് വെളിപ്പാടുകൾ ആദിക്കുന്നുണ്ട്. അപ്പൊ ഭക്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ചാടാതിരിക്കണമെങ്കിൽ, നിഗളിച്ചു പോവുക, അഹങ്കരിച്ചു പോവുക എന്നീ തുടങ്ങിയ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ കർത്താവ് അവർക്ക് കഷ്ടം കൊടുക്കും. ആ കഷ്ടം അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ഒരു കുതിരയെ കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട്. കുതിരയ്ക്ക് ഫ്രീ ആയിട്ട് പോവാം. പക്ഷെ കുതിര ശരിയായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കടിഞ്ഞാനിടണം. നമുക്കറിയാം, കാളകളെയൊക്കെ നമുക്ക് മൂക്ക് തുളയ്ക്കുന്ന പരിപാടിയുണ്ട്. മൂക്ക് തുളച്ച് ചരണ്ട് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടെങ്കിൽ മാത്രമേ യജമാനൻ ആഗ്രഹിക്കുന്ന പാതയിലൂടെ പോകാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ യജമാനൻ ആഗ്രഹിക്കുന്ന പാതയിലൂടെ കൊണ്ടുപോയി നമ്മെ അവരെ ഉപയോഗിക്കത്തക്ക വിധത്തിൽ കൊണ്ടുവരണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ചില കഷ്ടങ്ങളിൽ കൂടി കൊണ്ട്. ഇന്ന് തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കൊതിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കൊതിക്കേണ്ടത്? പുനരുദ്ധാരണത്തിന് ശക്തി എനിക്ക് കിട്ടണം. ഈ തിരുമേശ നമ്മുടെ വിശ്വാസത്തോടെ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയാം, നമുക്ക് ലഭിക്കാൻ പോകുന്നത് പുനരുദ്ധാരണത്തിന്റെ ശക്തിയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പുനരുദ്ധാരണ ശക്തി ആയിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലയിൽ അടച്ചു വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ചില നന്മകൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ബന്ധനം വിട്ട് അടച്ചു വെച്ച് മുദ്ര വെച്ച ചില വിഷയങ്ങൾ തുറക്കുന്നില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ ആര് തിരുമേശയിൽ പങ്കെടുക്കുന്നുവോ ആ സമയത്ത് ഈ ശക്തി ആവരിച്ചാൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ മടങ്ങി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടിരിക്കുന്ന ആ കല്ലറയുടെ വാതില് ഉരുട്ടി മാറ്റുവാൻ ദൂതൻ അവിടെ ഇറങ്ങി വരും. അതാണ് പുനരുദ്ധാരണ ശക്തി വിളിച്ചു വരുത്തുന്നത്. ആർക്കും പറ്റാത്തത്. ചിലര് പറയുന്നത് 250 പൗണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. 2000 പൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ എത്ര ഉണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, ആരും ഉരുട്ടി മാറ്റുന്ന അവർ ചോദിക്കുകയായിരുന്നു. സാധാരണ കൊണ്ട് പറ്റുന്നില്ല, 5-6 ആളെ വിചാരിച്ചാലും പറ്റുന്നില്ല. ഭയങ്കര പ്രയത്നം വേണമെന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. അത് അനങ്ങി പോകാതിരിക്കാൻ വേണ്ടി മുദ്ര വയ്ക്കുകയൊക്കെ ചെയ്ത് കാവലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വിധത്തിലും രക്ഷയില്ല എന്ന് പറഞ്ഞ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു ശക്തിയുടെ പേരാണ് പുനരുദ്ധാരമെങ്കിൽ എന്റെ ജീവിതത്തിൽ നടക്കില്ലെന്ന് പറയുന്ന വിഷയത്തിന് ഇന്ന് തിരുമേശ എടുത്തു പോകുമ്പോ അത് ചടങ്ങായിട്ടല്ല സംഭവിക്കാൻ പോകുന്നത്. എന്നിൽ ശക്തിയായി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ ഒരു രാമയം പറഞ്ഞാൽ മതി. ഇന്നത്തെ തിരുമേശ നമുക്ക് അനുഗ്രഹമായി തീരും. ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ദൈവമക്കളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വീണ്ടും ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മളോട് സംസാരിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ വ്യസനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഈ 2 സ്റ്റേജ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിരന്തരം വേണം. ഈ കണക്ഷൻ പോയാലുള്ള വിഷമം അത്ര വലുതാണ്. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതല്ല. അത് മറ്റൊരു ദിവസം നമുക്ക് സംസാരിക്കാം. ഇതിനു മുമ്പ് സംസാരിച്ച വിഷയത്തിന്റെ ബാക്കി ഭാഗം സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് വായിക്കുന്നു. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. 2 തിമോത്തിയോസ് 2:14. 2 തിമോത്തി chapter 2 verse 11. മതി. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. 2 കാര്യങ്ങളാണ് പറയുന്നത്. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. കൂടെ നടക്കുന്നവരും കൂടെ വാഴുന്നവരും എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചു തുടങ്ങി.
അന്ന് കൂടെ നടക്കുക എന്ന വിഷയത്തെക്കുറിച്ച് മാത്രം പറയാനായിട്ട് കഴിഞ്ഞുള്ളൂ. കൂടെ വാഴുന്നവരെ കുറിച്ച് പറയാനായിട്ട് എനിക്കന്ന് സമയം ലഭിച്ചില്ലായിരുന്നു. അത് ഒന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പൊ കൂടെ മരിച്ചാൽ കൂടെ ജീവിക്കാൻ കണ്ടിട്ട് കഴിയും. ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അവനോട് കൂടെ മരിക്കാനാണ്. അവനോട് കൂടെ മരിക്കാൻ, കർത്താവിനോട് കൂടെ മരിച്ചു എങ്കിൽ മാത്രമേ കർത്താവിനോട് കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. കർത്താവിനോട് മരിച്ചെങ്കിൽ മാത്രമേ കർത്താവിനോട് കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. കർത്താവിനോട് മരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിനോട് കൂടെ മരിക്കുന്ന വേറെ മാർഗമൊന്നുമില്ല. ക്രൂശിൽ കയറി കിടക്കണം, കയ്യിലും കാലിലും ആണിയടിച്ച് അവിടെ നിങ്ങാതെ കിടക്കണം. അതാ ക്രൂശിൽ കിടന്ന് മരിക്കാന്ന് പറഞ്ഞു, അവനോട് കൂടെ മരിക്കാന്ന് പറഞ്ഞു. കർത്താവ് മരിച്ചത് അങ്ങനെ, ക്രൂശിലാണ് മരിച്ചത്. അതുപോലെ നമ്മൾ മരിക്കണമെന്ന്. എന്താ ഇതിന്റെ ലക്ഷണം? മരിച്ചോന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കുത്തി നോക്കിയിട്ടാണ് കർത്താവ് മരിച്ചോന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരുത്തൻ പടയാളി വന്ന് കുന്തമെടുത്ത് വിലാപ്പുറത്ത് കുത്തി നോക്കി, രക്തം വെള്ളം പുറപ്പെട്ടു വന്നപ്പോൾ മനസ്സിലായി ആള് മരിച്ചു. ഇതാണ് രീതി. അല്ലാതെ മരിച്ചെന്ന് അറിയാതെ രണ്ട് കാര്യം പറയാം. ഒന്ന്, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിനോട് മരിച്ച ഒരാള് എത്ര പ്രലോഭനം ഉണ്ടായി ഇറങ്ങി വരാൻ പറഞ്ഞാലും ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ല. നമ്മളെ പലപ്പോഴും വിളിക്കും, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞ് പല സാഹചര്യം വിളിക്കും. നീ ക്രിസ്ത്യാനിയാ, ദൈവമാന ശരിയാ, പക്ഷെ ഇപ്പൊ നീ ഇറങ്ങി വാ, ഈ കാര്യം ഒന്ന് അത്ര കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കും. ഇറങ്ങി വരാൻ പാടില്ല, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ല. അവനോട് കൂടെ മരിച്ചവരെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരില്ല. എത്ര പ്രലോഭനം ഉണ്ടായാലും ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതെ നിന്നാൽ നമ്മൾ അവനോട് കൂടെ മരിക്കുകയാണ്. രണ്ടാമത്, കുത്തുമ്പോ പ്രതികരണം വരാൻ പാടില്ല. കുത്തുമ്പോ പ്രതികരണം വരാൻ പാടില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒന്ന് കുത്തി സംസാരിച്ച് നോക്ക്. സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് തന്നെ പ്രസംഗത്തില് എനിക്കിട്ട് കുത്തിയതാണെന്ന് തോന്നിയാൽ മതി. പിന്നെ 2-3 ആഴ്ചക്ക് എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ തലതാത്തിയിരിക്കും. ഇല്ലേ? നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല സംഭവിക്കുന്നത്. എന്താ പ്രശ്നം? നമ്മൾ അവനോട് കൂടെ മരിച്ചിട്ടില്ല. അവനോട് കൂടെ മരിച്ചാൽ ഒരിക്കലും നമ്മൾ പ്രതികരിക്കില്ല. പ്രതികരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം മരിച്ചിട്ടില്ല എന്നാണ്. മുഖത്ത് തുപ്പിയാൽ മരിച്ച ആളെ പ്രതികരിക്കില്ല. കന്നത്തടിച്ചാൽ മരിച്ച ആൾ പ്രതികരിക്കില്ല. പരിഹസിച്ചാൽ, ദുഷിച്ചാൽ പ്രതികരിക്കില്ല. ഞാനത് ഇവിടെ വന്ന കാലം തൊട്ട് പറയാറുണ്ട്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവം ജീവിക്കുന്നതിന് തുല്യമാണ്. ഒരു ശവം എഴുന്നേറ്റ് നടക്കുന്ന പോലെ ജീവിക്കുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ അങ്ങനെ മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും. ഇല്ലെങ്കിൽ ജീവനൊന്നുമില്ല, ആത്മീയ ജീവനൊന്നുമില്ല. നമ്മളീ നടക്കുന്ന വേഷം കെട്ടി മാത്രം നടക്കുന്നതിന് അർത്ഥമുള്ളൂ. ഒരിക്കലും ആത്മീയ ജീവൻ പ്രദർശിക്കപ്പെട്ടില്ല. നമ്മെ കാണുന്നവർക്ക് മനസ്സിലാവില്ല നമ്മൾ മരിച്ചതാണ്. നമ്മൾ കൈയടക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ ഒച്ച വെച്ചോണ്ടിരിക്കുക, നമ്മൾ കോപിച്ചോണ്ടിരിക്കുക, പക വെച്ചോണ്ടിരിക്കുക, വിദ്വേഷം വെച്ചോണ്ടിരിക്കുക. മരിച്ചിട്ടില്ല നീ. അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നെങ്കിൽ നമ്മൾ മരിച്ചിട്ടില്ല. അപ്പൊ നമ്മിൽ ക്രിസ്തു ജീവിക്കുന്ന ആർക്കും കാണാനും പറ്റില്ല. നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മിൽ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം സാധാരണ ഒരു ജീവിതത്തിന് പ്രതികരണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എല്ലാറ്റിനും പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഭയങ്കര പ്രതികരണശേഷി കൂടിയ മനുഷ്യനായിരുന്നു. ഇപ്പോഴൊക്കെ പറഞ്ഞിരിക്കുന്നു. മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കാനായിട്ട് വരും. അപ്പോൾ ക്രിസ്തുവിനോടുകൂടി ജീവിക്കണമെങ്കിൽ മരിക്കണം. അതുകൊണ്ട് നമുക്ക് തൃപ്തരാകരുത്. ഇവിടെ നമ്മൾ ജീവിച്ചുകൊണ്ട് മാത്രമായില്ല, നമുക്ക് അവനോട് കൂടെ വാഴണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതാണ് ഇതിന്റെ പ്രസംഗ വിഷയം. ക്രിസ്തുവിനോട് കൂടെ വാഴണമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴണമെങ്കിൽ സഹിക്കണമെന്ന്. പറ്റാത്തൊരു കാര്യമാണ്. ഈ രണ്ട് വിഷയവും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടെ മരിക്കാനും കൂടെ സഹിക്കാനും ആർക്കും താല്പര്യമില്ല. ഇത് രണ്ടും ഒഴിവാക്കി കിട്ടാനാണ് താല്പര്യപ്പെടുന്നത്. കൂടെ മരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഒരാൾക്കും കാണാനില്ല, താല്പര്യമില്ല. കൂടെ സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരാം. അതിനുശേഷം കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരാം. ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഭക്തനായ മനുഷ്യനുണ്ട്. ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണക്കിൽ അതിവിശുദ്ധനായ ഒരു മനുഷ്യൻ. അതിവിശുദ്ധനായ മനുഷ്യൻ, സംസാരത്തിലും പ്രവൃത്തിയിലും ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നൊരു മനുഷ്യൻ. വെള്ള ഷർട്ട് മാത്രമേ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കളർ ഷർട്ട് കണ്ടിട്ടില്ല. രോഗശാന്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം KCBയിൽ എഞ്ചിനീയറാണ്. അദ്ദേഹം ആരെ കണ്ടാലും ചോദിക്കും, മരിച്ച സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ പലരും മിണ്ടാതെ നിൽക്കും, ഉത്തരം പറയാൻ കിട്ടില്ല.
ഉറപ്പില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, എൻ്റെ കൂടെ വരും, ഞാൻ സംസാരിക്കാം. ഈ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായി നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരോടും സൂചിച്ചേട്ടൻ പറയും. അദ്ദേഹത്തിൻ്റെ ശൈലി ഞാൻ ഒരിക്കൽ ചോദിച്ചതാണ് എങ്ങനെ സൂചിച്ചേട്ടൻ പറയാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കാണുമ്പോൾ ചോദിക്കും, എന്തെങ്കിലും വർത്താനം പറഞ്ഞ് 2 വാചകം ചോദിക്കും, മരണമൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നൊരു ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. ഭൂരിഭാഗം പേര് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് മൗനമായിട്ട് നിൽക്കുന്ന പറഞ്ഞു, ഉത്തരം പറയാൻ കിട്ടാതെ വിഷമിച്ച് വരുന്നത്. അപ്പോൾ പറയും ഉറപ്പില്ലെങ്കിൽ നരകത്തിൽ പൂട്ടോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി വരും. ആ ഒരു പേടിയിലാണ് സൂചിച്ചേട്ടൻ പറയുന്നത്. അങ്ങനെ എല്ലാവരോടും സൂചിച്ചേട്ടൻ പറയും. ലഞ്ച് ടൈമിൽ മുഴുവൻ ആ ജോലി സ്ഥലത്തിരിക്കുന്ന ഓരോരുത്തരും പിടിച്ചു കൊണ്ടുപോയി സൂചിച്ചേട്ടൻ പറഞ്ഞ് അവർ മാനസാന്തരത്തിൽ കൊണ്ടുപോകുന്ന വ്യഗ്രതയുള്ളൊരു മനുഷ്യൻ. ആ വലിയ ദൈവഭക്തൻ, രോഗശാന്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ദൈവഭക്തൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് വിതിൻ സെക്കൻഡാണ് ഞങ്ങളുടെ വീട്ടിൽ അത്ഭുതം നടന്നത്. മൂത്ത പെങ്ങൾ സൗഖ്യം പ്രാപിച്ച് കർത്താവ് ജീവിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ആ മനുഷ്യൻ ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ സെക്കൻഡ് വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യം പ്രാപിച്ചു. അടുത്ത നിമിഷം മരിക്കുന്നു പറഞ്ഞ് ഏൽപ്പിച്ചൊരു വിഷയത്തിലാണ് പരിഹാരം കിട്ടിയത്. ആ ഭക്തൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാനും ഡാഡി കൂടെ അവിടെ ചെന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമമുണ്ട്. തലയുടെ എവിടെയെങ്കിലും ബൾജ് ചെയ്ത് വന്നിരിക്കുകയാണ്. ട്യൂമറാണോ ക്യാൻസറാണോ എന്നും അറിയില്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതികഠിനമായ വേദന അനുഭവിക്കുന്നു, പൊട്ടി ഒഴുകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ ആശുപത്രിയിൽ പോവില്ല, ടെസ്റ്റിനൊന്നും പോവില്ല, പ്രത്യാശയോടെ കിടക്കുന്നു, വരുന്നവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് തന്നെ വിഷമം തോന്നും, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബാല്യത്തിൽ അത് വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. ഇത്രയും പരിശുദ്ധനായ അല്ലെങ്കിൽ വിശുദ്ധനായ ഒരു മനുഷ്യൻ സഹിക്കുന്ന സഹനം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കർത്താവേ, ഈ നമ്മൾ സാധാരണ ആളുകൾ സഹിക്കുന്ന കാണുമ്പോൾ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അവർ പിടിച്ചിട്ടിരിക്കുന്നത് പറയും. ഉമ്മച്ചൻ പാസ്റ്ററൊക്കെ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ സമയത്ത് മോനെ എനിക്ക് സ്വർഗത്തിൽ പോകണ്ടേ, അതുകൊണ്ട് കുറച്ചു കാലം കിടന്നാലും സാരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടിരിക്കുന്നതാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. ചിലർ പറയാറുണ്ട് ആളുകൾക്ക് പാപത്തിന് ശിക്ഷ കൊടുക്കുന്നതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ചിന്തകളുണ്ട്. മൂന്നാമത്തെ ഒരു ചിന്തയാണ് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ക്രിസ്തുവിലുള്ളവർക്കോ ക്രിസ്തുവിലുള്ളവർക്കോ ഒരു ശിക്ഷാവിധി ഇല്ല. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ചെന്ന സ്വർഗത്തിൽ ശിക്ഷാവിധി കിട്ടില്ല. അപ്പോൾ നമ്മളെ അവിടെ ചെന്ന് ശിക്ഷിക്കാത്തതിന് പകരം ഈ ഭൂമി വെച്ച് നമ്മുടെ പാവങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ എന്നാണ് ഒരു ചിന്ത പറയുന്നത്. ഇങ്ങനെ പല ചിന്തകളും കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. ഈ ക്രിസ്ത്യ ജീവിതം അങ്ങനെ ശരിയാണെന്ന് എനിക്ക് തോന്നില്ല. ഭക്തനായി ജീവിച്ചു കഴിഞ്ഞാൽ ഇത് ഗതികേടാണെങ്കിൽ എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ, എന്തൊരു പുലിവാലാന്ന് ഞാൻ ഓർത്തു. വേറൊരു വിശുദ്ധനായ ഭക്തനാണ് എൻ്റെ അറിവിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും വലിയൊരു ഭക്തനായ മനുഷ്യൻ മുട്ടുമേരുന്നേ ആരാധിക്കുള്ളൂ. എത്ര പ്രായമുണ്ടെങ്കിലും മുഴങ്കാലം മടക്കി ആരാധന തുടങ്ങി അവസാനിക്കുന്നവരെ മുട്ടുമടക്കി ഇരുന്നിട്ടേ പ്രാർത്ഥിക്കുകയുള്ളൂ. കണ്ടിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. ചെറുപ്പക്കാരനായി എനിക്ക് പറ്റാതെ വന്ന സമയത്ത് ഇത്രയും പ്രായമുള്ള മനുഷ്യൻ മുട്ടുമേരുന്നല്ലാതെ നിലത്ത് പായയിൽ മുട്ടുകുത്തി ഇരുന്നിട്ടല്ലാതെ പ്രാർത്ഥിക്കില്ല. ആ സഭായം തീർന്നവരെ അത്ര ഭക്തനായൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാനസിക രോഗം വന്ന് വളരെ കഷ്ടത്തിലാവുകയാണ്. മാനസിക രോഗം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസത്തിൽ, ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ കഷ്ടം അനുഭവിക്കുന്നത് കണ്ടു. വേറൊരു ദേവദാസനുണ്ട്, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ദേവദാസനാണ്. അദ്ദേഹം പലയിടത്തും പോയി ഭൂതശാന്തി ശുശ്രൂഷ നടത്തി പലർക്കും വിടുതൽ ലഭിച്ചതാണ്. അദ്ദേഹത്തിന്റെ 2 മക്കൾ, മോനും മോളും, 2 പേരും മാനസിക രോഗികളായിട്ട് കിടക്കുകയാണ്. മോൾക്ക് എൻ്റെ പ്രായമുണ്ട്, വീട്ടിനകത്ത് അടച്ചുപൂട്ടി കിടക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കി, അദ്ദേഹം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ആ ഭാര്യ സൗകര്യം അനുഭവിക്കുന്ന കഷ്ടം എത്ര വലുതാണെന്ന് ആലോചിച്ചാൽ മതി. ഈ ഇത്രയും പ്രായമുള്ള ഡ്രസ്സ് ധരിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. എന്തൊക്കെ അവർ ചെയ്തു കൂട്ടുന്നതെന്ന് പറയാൻ വയ്യ. അവരെ നിയന്ത്രിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അവരെ കരുതാനോ ഈ പ്രായമുള്ള അമ്മച്ചി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ദേവദാസൻ അതിനുവേണ്ടി മാക്സിമം പ്രാർത്ഥിക്കുകയോ ഉപസിക്കുകയൊക്കെ ചെയ്ത് എല്ലാ ദേവദാസന്മാരും വന്ന് പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ വിടുതൽ കിട്ടിയില്ല. ആ ആൻറ്റി അവസാനം വീടിന് തൊട്ടടുത്ത് വീടിൻ്റെ പകുതി സ്ഥലം കൊടുത്ത് അവിടെ ഒരു ഹൗള് വേണം, ഇവിടെ ആരാധന നടത്തണമെന്ന് പറഞ്ഞു. സഭായത്തിന് പോകാൻ പറ്റണ്ടേ, എനിക്കൊരു ആരാധന വേണം, കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞ് അത്രയും കഷ്ടം അനുഭവിക്കുക. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര മനപ്രയാസം വന്നു. കർത്താവേ, ഭക്തിയോടെ ജീവിക്കാതിരിക്കാൻ നല്ലതെന്ന് തോന്നിയതുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ? ഭക്തിയോടെ ജീവിക്കുമ്പോൾ ഈ കഷ്ടങ്ങളും കലാശങ്ങളും എന്തിനാണെന്ന് ഓർത്ത് അങ്ങ് വ്യസനം വരുത്തിട്ടുണ്ട്. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് എന്നോട് ഈ വചനം എന്നോട് സംസാരിച്ചത്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പൊ കർത്താവ് ചിലർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? അവന്റെ കൂടെ വാഴാൻ വേണ്ടി. നിങ്ങളുടെ പ്രിയ പപ്പ, ഞാൻ ചിന്തിച്ചിരുന്നത്, എൻ്റെ പപ്പയെ കുറിച്ച് ചിന്തിച്ചിരുന്നത് ഇയ്യോബിനെ ഞാൻ ചിന്തിച്ചിരുന്നു. ഭക്തനായ ബൈബിളിൽ പറയുന്ന ഇയ്യോബിനെ പോലെ ജീവിച്ചൊരു മനുഷ്യനാണ് നിങ്ങളുടെ പപ്പ. കാരണം മറ്റൊന്നുമല്ല, ദോഷം വിട്ടാലും
നിഷ്കളങ്കൻ, നേരുള്ളവൻ, ഇതെല്ലാം ആ അദ്ദേഹത്തിന് ചേരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ചിന്തിച്ചത് ദോഷം വിട്ടാകലുന്നത്. ഒരു ദോഷത്തിലേക്കും പൊഴിഞ്ഞു പോവുകയുള്ളൂ. ദോഷം വിട്ടാകലുവാൻ കഴിയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. അദ്ദേഹം പക്ഷെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങൾ ഞാൻ കണ്ട 25 വർഷവും കണ്ടത് അദ്ദേഹത്തിന് ഒരു ആനന്ദം ലഭിക്കുന്ന ഒരു അനുഭവം കണ്ടിട്ടില്ല. എന്നും കഷ്ടങ്ങൾ തന്നെ കഷ്ടങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞൊരു വർഷമായിട്ട് ദുരിതങ്ങളും പ്രയാസവും. അപ്പോൾ എന്തിനു കർത്താവേ ദൈവഭക്തി ജീവിക്കുന്നവർക്ക് ഈ കഷ്ടവും ദുരിതവും കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംവാദിച്ച വിഷയമാണ് ഞാൻ പറഞ്ഞത്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വരാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ, സഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ സഹിക്കണം എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. വായിക്കാം. 1 പത്രോസ് 4:16 വായിക്കാം. 1 പത്രോസ് 1 Peter chapter 4 verse 16. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്ത് സഹിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ട സഹിക്കണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കഷ്ടമാണ് സഹിക്കേണ്ടത്. നിന്ദയുണ്ട്, അപമാനമുണ്ട്, ദുഷിയുണ്ട്, പരിഹാസമുണ്ട്, ഇതെല്ലാം സഹിക്കാനുള്ളതാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. നമുക്കെന്തെങ്കിലും ഭക്തന്മാരുടെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ കഷ്ടം സഹിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് കഷ്ടം സഹിച്ചതിന്റെ കണക്ക് ലിസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്. എല്ലാ അപ്പോസ്തലന്മാരും കഷ്ടം സഹിച്ചതിന് ശേഷം പോയത്. എന്തുകൊണ്ടാണ് അവർ കഷ്ടം സഹിക്കേണ്ടി വന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അവര് മാനിക്കുക, ആദരിക്കുകയൊന്നും ചെയ്തില്ല. ഇവിടെ ഇപ്പോ പ്രസംഗിച്ച് നടക്കുന്നവരൊക്കെ ഭയങ്കര ആദരവ് കൊടുക്കുകയാണ്. ഭയങ്കര മാനിക്കലും ദൈവം എന്നെ മാനിച്ചാദരിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് കോൾമേരി കൊള്ളുക. നാളെ കർത്താവ് എന്നെ മാനിക്കാൻ പോവുക, 4 പേരുടെ മുന്നിൽ കർത്താവ് എന്നെ നിലനിർത്തും എന്നൊക്കെ ഓർത്ത് എല്ലാവരും അങ്ങ് സന്തോഷിക്കാൻ പോവുക. പക്ഷെ ഒരു സത്യം ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവഭക്തനായിട്ട് ജീവിക്കുന്നെങ്കിൽ അവരെ കർത്താവിൻ്റെ കൂടെ വാഴുവാനായിട്ട്, രാജാവായി അവനോടൊപ്പം വാഴാനായിട്ട് കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭക്തന്മാരൊന്നും വിശ്വവിമാനന്മാരായിട്ട് ജീവിച്ചു പോവില്ല. അവരുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും. പ്രാർത്ഥിച്ചാലും കഷ്ടം മാറാതെ നിൽക്കും. പൗലോസിന്റെ ജീവിതത്തിൽ വന്ന ശൂലം എത്ര പ്രാർത്ഥിച്ചിട്ടും 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. ജീവിതാവസാനത്തിൽ ഒരിക്കലും മാറിയെന്ന് പറയുന്നില്ല. പലരും പറയുന്നുണ്ട്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദര പ്രശ്നമാണ്, കണ്ണിന്റെ പ്രശ്നമാണ്, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മരണം വരെ തന്നെ വിട്ടുപോയിട്ടില്ല. എന്തിനാ കർത്താവേ ഇത്രയും ലേഖനങ്ങൾ എഴുതി കർത്താവിന് വേണ്ടി നിന്ന് ഭക്തൻ സഹിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം പറയാനായിട്ട് കഴിയുന്ന ഒരു ഉത്തരേ ഉള്ളൂ. ആ ഉത്തരം മറ്റൊന്നുമല്ല, കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ട് ചിലരെ. കർത്താവിനോട് കൂടെ ജീവിച്ച ചിലരെ കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് അവനോടുകൂടെ വാഴാനാണ്. അവനോടുകൂടെ വാഴാനായിട്ട് കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, അവർക്ക് ജീവിതത്തിൽ കഷ്ടമുണ്ട്. നല്ല ചെറുപ്പക്കാരെ, പ്രായം പറഞ്ഞ ചിലരൊക്കെ കഷ്ടം അനുഭവിക്കുന്നത് കാണുമ്പോൾ, അവർക്കെന്തിനാ ഈ ക്ലേശം അനുഭവിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അവർക്ക് ഈ കർത്താവ് ഈ കഷ്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കർത്താവ് അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. കർത്താവ് അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പരിഹാരമില്ലാതെ ചില വിഷയങ്ങൾ കിടക്കുന്നുവെങ്കിൽ നമുക്കറിയാം, പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. ശരിയല്ലേ? നിങ്ങൾ ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യപെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പരിഹാരമുണ്ട്, ഉറപ്പാ. എന്നിട്ട് കർത്താവേ ഇവിടെ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവ് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ മാറ്റിത്തരില്ല. 2 കാര്യത്തിനാ. ഒന്ന്, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനെ ശൂലം കൊടുത്തെന്ന് പറയുന്നു. വെളിപ്പാടുകൾ ആദിക്കുന്നുണ്ട്. അപ്പൊ ഭക്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ചാടാതിരിക്കണമെങ്കിൽ, നിഗളിച്ചു പോവുക, അഹങ്കരിച്ചു പോവുക എന്നീ തുടങ്ങിയ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ കർത്താവ് അവർക്ക് കഷ്ടം കൊടുക്കും. ആ കഷ്ടം അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ഒരു കുതിരയെ കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കുന്നു നമ്മൾ വായിച്ചിരിക്കുന്നത്. കുതിരയ്ക്ക് ഫ്രീ ആയിട്ട് പോവാം, പക്ഷേ കുതിര ശരിയായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കടിഞ്ഞാനിടണം. നമുക്കറിയാം, കാളകളെയൊക്കെ നമുക്ക് മൂക്ക് തുളയ്ക്കുന്ന പരിപാടിയുണ്ട്. മൂക്ക് തുളച്ച് ചരണ്ടിടും നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടെങ്കിൽ മാത്രമേ യജമാനൻ ആഗ്രഹിക്കുന്ന പാതയിലൂടെ പോകാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ യജമാനൻ ആഗ്രഹിക്കുന്ന പാതയിലൂടെ കൊണ്ടുപോയി നമ്മെ അവന് ഉപയോഗിക്കത്തക്ക വിധത്തിൽ കൊണ്ടുവരണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ചില കഷ്ടങ്ങളിൽ കൂടി കൊണ്ടുപോകും. ഇനിയും വായിക്കാം. 2 തിമോഥെയോസ് 8-ാമത്തെ വാക്യം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഭക്തൻ പറയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുക,
ഞാൻ കഷ്ട സഹിക്കുന്നുണ്ട്. നീയും എന്നോടുകൂടെ കഷ്ട സഹിച്ചോ? നീയും എന്നോടുകൂടെ കഷ്ട സഹിക്കുക. നഷ്ടം വരില്ല. ഈ ഭൂമിയിൽ കഷ്ട സഹിച്ചാൽ നഷ്ടം വരില്ല. നീ അവനോടുകൂടെ വാഴാനായിട്ട് കഴിയും. ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങളോട് പറഞ്ഞ് തിരുമേശയോടുള്ള ബന്ധത്തിലേക്ക് വരേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാം. അടുത്ത വാക്യം വായിക്കാം. 2 തിമോഥെയോസ് 2:3 വാക്യം. ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ. അപ്പൊ ക്രിസ്തുവിന്റെ ഒരു ഭടനായിട്ട് വേണമെങ്കിൽ പോലും കഷ്ട സഹിച്ചേ പറ്റുള്ളൂ. ക്രിസ്തുവിന്റെ ഒരു ഭടൻ, ഒരു പോരാളിയായിട്ട്, രാജാവൊന്നും ആകണ്ട, ക്രിസ്തുവിന്റെ സൈന്യത്തിലെ ഒരു മെമ്പർ ആവാൻ തീരുമാനിച്ചാൽ പോലും കഷ്ട സഹിക്കേണ്ടി വരും. 2 തിമോഥെയോസ് 4:5 നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ട സഹിക്കുക. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, നീയോ വിശുദ്ധനായിരിക്കുക. വിശുദ്ധനായിരുന്നാ പോരാ, കഷ്ട സഹിക്കുക. ദൈവഭക്തിയോടെ ജീവിക്കുന്നവർക്ക് കഷ്ടം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ഇത് ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നമുക്കാർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് അത് പറയാത്തത്. കാരണം എന്താ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട, ഭക്തി ജീവിതം ആർക്കും വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ ഭാഷന്മാർ പലപ്പോഴും ഇത് പറയാതിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ കാണുമ്പോൾ നമ്മൾ നിലവിളിക്കുന്നു, എന്ത് ഉത്തരം കിട്ടുന്നില്ല എന്ന് ചോദിച്ച് നിരാശപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിളിച്ചു പറഞ്ഞത്. ഉറപ്പായിട്ടും മനസ്സിലാക്കുക, നിലവിളിക്കണ്ട, കരയണ്ട. അവർ കഷ്ടം സഹിച്ചത് കർത്താവ് അവരെ സെലക്ട് ചെയ്തിരിക്കുന്നു. അവരവരോട് കൂടെ വാഴുക തന്നെ ചെയ്യും. ആ വലിയ പ്രത്യാശ കൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ഇല്ലെങ്കിൽ എന്റെ വാത്സല്യ പിതാവ് മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് സഭയിൽ വന്ന് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് അതിയായ ദുഃഖമുള്ള സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? മറ്റൊന്നുമല്ല, എനിക്കൊരു ഉറപ്പുണ്ട്. ഇത്രയും കഷ്ടം സഹിച്ചൊരു മനുഷ്യൻ യോബിനെ പോലെ ജീവിച്ചിട്ട് കഷ്ടം സഹിച്ചെങ്കിൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ആ ഭക്തൻ കർത്താവ് സെലക്ട് ചെയ്തുകൊണ്ടാണ്, കർത്താവിനോട് കൂടെ വാഴാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആ സെലക്ഷൻ കിട്ടി, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, അതിനുവേണ്ടി യാത്ര ചെയ്തു പോയതാണ്. ഇപ്പോ അതിനുവേണ്ടി ആ സ്ഥലത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്രാമ സ്ഥലത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഡോർ തുറക്കും. കത്രികാലം കേൾക്കുന്ന ഒരു ട്രംപറ്റിന്റെ ശബ്ദം കേട്ട് ഡോർ തുറക്കുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഞാൻ വാക്കുകളിലൂടെ ചുരുക്കുകയാണ്. തുടർന്ന് തിരുമേശയോടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. തിരുമേശയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. എന്താ പറയാനുള്ളതെന്ന് അറിയാമോ? ഇത് എന്നും നമ്മൾ നടത്തുന്ന പരിപാടിയാണ്. എന്നും നമ്മളിങ്ങനെ അപ്പം കഴിക്കുകയോ വീഞ്ഞു കുടിക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ പരിപാടിയുണ്ട്. അങ്ങനെ നമ്മൾ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്തുകൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഇതിലൊരു സത്യം കിടക്കുന്നുണ്ട്. ഈ അപ്പത്തിലും ഈ വീഞ്ഞുമൊക്കെ നമ്മൾ വ്യവസ്ഥ പ്രകാരം ഒന്ന് വിശ്വാസത്തോടെ കഴിക്കുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും പറഞ്ഞത്, എനിക്ക് കത്രിമേശ വണങ്ങാൻ പറ്റില്ല, എനിക്ക് കത്രിമേശയിൽ ഒന്ന് പങ്കെടുക്കണം. അറിഞ്ഞോ അറിയാതെ അവർ പറഞ്ഞു പോയതാ. പക്ഷെ ഞാൻ ഇന്ന് വിളിച്ചു പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നുമല്ല. കത്രിമേശയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് എന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഫിലിപ്പിയ ലേഖനം 3:11 വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:11 വാക്യം. ഫിലിപ്പിയ ചാപ്റ്റർ 3:11. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് അതൊന്ന് അനുഭവിച്ചറിയണമെന്ന ഭക്തൻ പറഞ്ഞു. ഇത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയാണ് ഈ തിരുമേശ. ഇത് അനുഭവിച്ചറിയുകയാണെങ്കിൽ എന്ത് ലഭിക്കുന്നു പറയുന്നത്? പുനരുദ്ധാനത്തിന്റെ ശക്തി ലഭിക്കും. ഇന്ന് തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കൊതിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കൊതിക്കേണ്ടത്? പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് കിട്ടണം. ഈ തിരുമേശ നമ്മുടെ വിശ്വാസത്തോടെ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയാം, നമുക്ക് ലഭിക്കാൻ പോകുന്നത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച് ഓർക്കുന്ന ഒരു സ്മാരക ശുശ്രൂഷയാണ് കർത്താവിന്റെ തിരുമേശ. അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ ആ പുണ്യാഹ രക്തം ഒഴുക്കി തന്നു, ആ തിരുശരീരം നുറുക്കി തന്നു, അപ്പം നുറുക്കുന്നത് പോലെ നുറുക്കപ്പെട്ടു. ഇത് നമുക്ക് അനുഭവിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ യേശു അല്ലായിരുന്നു പോകേണ്ടത്. പാപം ചെയ്ത ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തിയ എനിക്കുള്ള നമുക്കുമുള്ള ശിക്ഷയായിരുന്നു. ഇതുപോലെ നമ്മുടെ ശരീരം പിടിച്ച് ചീന്തി രക്തം പുറത്ത് ചാടിച്ച് നമ്മൾ മരണപ്പെടേണ്ടത്. എന്നാൽ നമുക്ക് പകരമായി യേശു ഇത് സഹിച്ചു. ഇത് ഹൃദയത്തിൽ ധ്യാനിച്ച് വിശ്വാസത്തോടെ അപ്പം നുറുക്കി ഭക്ഷിക്കുമ്പോൾ കർത്താവിന്റെ തിരുശരീരം എനിക്ക് പകരമായി നുറുക്കപ്പെട്ടു എന്നത്
വിശ്വാസത്തോടെ ആ ഒരു ചിന്തയോടെ അപ്പം നിർത്തുന്ന സമയത്ത് നമ്മിലൊരു ശക്തി ആവരിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേരാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. ഇല്ലെങ്കിൽ ഇത് ചടങ്ങ് നടത്തേണ്ട ഒരു കാര്യമില്ല. ഒരു ശക്തിയും കിട്ടുന്നില്ലെങ്കിൽ, ഒരു നന്മയും ഇതിനകത്തില്ല. ചടങ്ങ് മാത്രമാണെങ്കിൽ എന്തിനിത് നടത്തണം? ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ശുശ്രൂഷിച്ച എല്ലാ സഭയിലും 1.8 ആഴ്ചയിൽ കർത്തമേശ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ സാക്ഷ്യത്തിന് സമയം ലഭിക്കാതെ വരുന്നതുകൊണ്ട് മാത്രമാണ് 1.8 ആഴ്ചയിൽ നടത്തിയത്. ഇത് നമുക്ക് ശക്തി ലഭിക്കുന്നതാണ്. ഒരു വിശുദ്ധ സഭായോഗത്തിൽ വന്നിട്ട് ഒന്നും പ്രാപിക്കാതെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു തിരുമേശയിൽ പങ്കെടുത്താൽ പുനരുദ്ധാന ശക്തി ലഭിക്കും. ഇനി അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ പുനരുദ്ധാന ശക്തി, പുനരുദ്ധാന ശക്തിയിൽ വ്യാപരിക്കുന്ന 7 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അടച്ചു വെച്ച കല്ലറയുടെ കല്ല്, ആ വാതിക്കൽ ഉരുട്ടി വെച്ച കല്ല് ഉരുട്ടുമാറി. ദൂതം വന്ന് ഉരുട്ടി മാറ്റി. ആ ശക്തി വ്യാപരിച്ചപ്പോൾ വിശ്വസിക്കാമോ? നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പുനരുദ്ധാന ശക്തി വ്യാപരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലയിൽ അടച്ചു വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ചില നന്മകൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ബന്ധനം വിട്ട് അടച്ചു വെച്ച് മുദ്ര വെച്ച ചില വിഷയങ്ങൾ തുറക്കുന്നില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ, ഇന്ന് വിശ്വാസത്തോടെ ആര് തിരുമേശയിൽ പങ്കെടുക്കുന്നുവോ ആ സമയത്ത് ഈ ശക്തി ആവരിച്ചാൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ മടങ്ങി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടിരിക്കുന്ന ആ കല്ലറയുടെ വാതില് ഉരുട്ടി മാറ്റുവാൻ ദൂതൻ അവിടെ ഇറങ്ങി വരും. അതാണ് പുനരുദ്ധാന ശക്തി വിളിച്ചു വരുത്തുന്നത്. ആർക്കും പറ്റാത്തത്. ചിലര് പറയുന്നത് 250 പൗണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ആ കല്ലിന് 2000 പൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ എത്ര ഉണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, ആരും ഉരുട്ടി മാറ്റുന്ന അവർ ചോദിക്കുകയായിരുന്നു. സാധാരണ കൊണ്ട് പറ്റുന്നില്ല, 5-6 ആളെ വിചാരിച്ചാലും പറ്റുന്നില്ല. ഭയങ്കര പ്രയത്നം വേണമെന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. അത് അനങ്ങി പോകാതിരിക്കാൻ വേണ്ടി മുദ്ര വയ്ക്കുകയൊക്കെ ചെയ്ത് കാവലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വിധത്തിലും രക്ഷയില്ല എന്ന് പറഞ്ഞ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു ശക്തിയുടെ പേരാണ് പുനരുദ്ധാനമെങ്കിൽ എന്റെ ജീവിതത്തിൽ നടക്കില്ലെന്ന് പറയുന്ന വിഷയത്തിന് ഇന്ന് തിരുമേശ എടുത്തു പോകുമ്പോ അത് ചടങ്ങായിട്ടല്ല സംഭവിക്കാൻ പോകുന്നത്. എന്നിൽ ശക്തിയായി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ ഒരു രാമയം പറഞ്ഞാൽ മതി. ഇന്നത്തെ തിരുമേശ നമുക്ക് അനുഗ്രഹമായി തീരും. രണ്ടാമതൊരു കാര്യം കൂടെ പറയാം. ആ ഉരുട്ടിയ കല്ലിന്റെ മുകളിൽ ദൂതം കയറി ഇരിക്കുകയായിരുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ തിരിച്ചുവിട്ടാതിരിക്കാനാണ്. അല്ലെങ്കിൽ പടയാളം വീണ്ടും വന്ന് ഉരുട്ടി വെച്ചാന്. നിന്റെ ജീവിതത്തിൽ ഈ ശക്തി വ്യാപരിച്ച് വിഷയത്തിന് പരിഹാരം വരുത്തിയാൽ ഞാൻ വിളിച്ചു പറയാം, അത് പിന്നീട് തിരിച്ചു ഉരുളുകയില്ല. ഒരു സൗഖ്യമാണ് ലഭിച്ചതെങ്കിൽ, ഒരു ജയമാണ് ലഭിച്ചതെങ്കിൽ, അടയപ്പെട്ട ഒരു നന്മയാണ് തുറക്കപ്പെട്ടതെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, പിന്നീട് ഒരിക്കലും അത് തിന്മയായി വീണ്ടും തിരിഞ്ഞുരുളുകയില്ല. ഈ ശക്തി തള്ളി മാറ്റിയതിനെ തിരിച്ചു തള്ളുവാൻ ഒരു ശബ്ദകാല ശക്തിക്ക് കഴിയില്ല. ആ ശക്തിയുടെ വ്യാപാരം അത്ര വലുതാണ്. മൂന്നാമത് ഒന്ന് കാണാനായിട്ട് കഴിയുന്നത് പുനരുദ്ധാന ശക്തി. യേശുവിനെ ചുറ്റി വരിഞ്ഞു വെച്ചിരുന്ന ഒരു നിർമ്മലശീല ഉണ്ടായിരുന്നു. ഒരു നിർമ്മലശീലയിൽ അവന് പൊന്തി വെച്ചു സുഗന്ധദ്രവ്യമായിട്ട് ചുരുട്ടിക്കൂട്ടി വരിഞ്ഞു മുറുക്കിയത് അഴിച്ചു മാറ്റി ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെപ്പിക്കുന്നു. ഒറ്റയ്ക്ക് പറ്റില്ല, ശക്തിയാണ് കഴിയുന്നത്. നമ്മളെ കൊണ്ട് കഴിയാതിരുന്ന ചില ബന്ധനങ്ങൾ, നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതിരുന്ന ചില ബന്ധനങ്ങൾ ഈ ശക്തി വ്യാപരിക്കുമ്പോ നമ്മളല്ല നമ്മെ വരിഞ്ഞു മുറിക്കിയ ചില ബന്ധനങ്ങൾ, രോഗബന്ധനമാകട്ടെ, വൈശാചിക ബന്ധനമാകട്ടെ, മാനസിക പീഡനങ്ങളാകട്ടെ, ഏതുതരം ബന്ധനമാണെങ്കിലും അതിനെ ചുരുട്ടി അഴിച്ചെടുത്ത് ഒരു മൂലയ്ക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ശക്തിയാണ് പുനരുദ്ധാനം എന്ന് വിശ്വസിക്കണം. ഇന്ന് ഏതെങ്കിലും വിഷയത്തിനെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ? കർത്താവേ, എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില ബന്ധനങ്ങൾ, ചിലരോട് ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ചിലരെനിക്ക് സ്വസ്ഥത തരുന്നില്ല, എനിക്ക് ജോലിയിൽ സമാധാനമില്ല, എന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ല. ഈ ദുഷ്ടപിശാച് എന്നെ വരിഞ്ഞു മുറുക്കി എന്നെ അനങ്ങാൻ സമ്മതിക്കാതെ, എന്നെ മിണ്ടാൻ സമ്മതിക്കാതെ, എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത വിധത്തിൽ വ്യാപരിക്കുന്ന ഈ അന്ധകാര ശക്തിയെ ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്താൽ ഇന്ന് ഈ തിരുമേശയോട് ബന്ധത്തിൽ അടുത്തുവന്ന് ഈ തിരുമേശയിൽ ഭാഗവാക്കുകളാകുമ്പോ സംഭവിക്കുന്ന ശക്തിയാണ് നിന്റെ ജീവിതത്തിലെ വരിഞ്ഞു മുറുകിയതിനെ തിരിച്ചഴിച്ചെടുത്ത് അത് നിന്നെ മാറ്റിക്കളഞ്ഞ് നിന്നെ സ്വാതന്ത്ര്യം തരുന്ന ദൈവശക്തി ഏറ്റെടുക്കാൻ കഴിയട്ടെ. അങ്ങനെ ഈ തിരുമേശ നമുക്ക് അനുഗ്രഹമാണ്. ഇനി പറയാൻ സമയമില്ല, ഇനിയുള്ളത് പിന്നീട് പറയാം. ഇനി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സകല മുറിവും ചതവുകളും ഒക്കെ അങ്ങ് ഹീലായി, നുറുക്കപ്പെട്ട ശരീരം അങ്ങ് ഹീലായി. നമുക്ക് ഏതെല്ലാം പ്രയാസങ്ങള്, മനസ്സ് മുറിഞ്ഞിട്ടുണ്ടോ, ശരീരം മുറിവുണ്ടോ, അന്തരാത്മാവിൽ അന്തർഭാഗത്ത് വല്ല മുറിവുണ്ടോ, ഏതൊക്കെ മുറിവുണ്ടെങ്കിലും അതെല്ലാം ഉണക്കാനായിട്ട് കഴിയും. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ,
നമുക്കറിയില്ല. ലിവറിന് പ്രോബ്ലം ഉണ്ടോ, പാൻക്രിയാസിന് പ്രോബ്ലം ഉണ്ടോ, എന്താകത്ത് സംഭവിക്കുന്നത് അറിഞ്ഞൂടാ. എന്നാൽ വിശ്വാസത്തോടെ കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ശക്തി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുക, പുനരുദ്ധാന ശക്തി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുക. ഏത് മുറിവ് മുടക്കാൻ കഴിയുന്ന, ഏതിനെ ഹീലാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ഇതിലൂടെ വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ ഒരു നിമിഷം ദൈവത്തെ ശ്രദ്ധിക്കാമോ? നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങനത്തെ തിരുവാദപീഠത്തിൽ ഞങ്ങൾ ചേർന്ന് വന്ന സമയം അങ്ങനത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. അങ്ങനത്തെ തിരുമേശയോട് ഞങ്ങൾ അടുത്ത് വരുന്നതാണ്. കാൽവരി ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തന്ന അരുമനാഥന്റെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. എന്നാൽ ഞങ്ങൾക്ക് ഈ സാന്നിധ്യത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുകിയ പുതുവഴി നിമിത്തമാണ്. ആ പുതുവഴിയിലൂടെ ഞങ്ങൾക്ക് കടന്നു വരാൻ കഴിഞ്ഞതാണ്. അതിന് ദേഹമെന്ന തിരിശീല ഞങ്ങൾക്ക് വേണ്ടി ചിന്തി തന്നു. കർത്താവെ, അങ്ങ് സഹിച്ച കഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവെ, അപ്പവിഞ്ഞുകളെ ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. തുഷിപ്പാൻ എളിയവനെയും ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനഘടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഭൂതശപരമായ വിഷയങ്ങൾ എഴുതിയ ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇംഗ്ലീഷ് വായിക്കാം. For I received from the Lord what I also delivered to you, that the Lord Jesus on the night when he was betrayed took bread, and when he had given thanks, he broke it and said, "This is my body which is for you. Do this in remembrance of me." In the same way, he also took the cup after supper, saying, "The cup is new covenant in my blood. Do this as often as you drink it in remembrance of me. For as often as you eat this bread and drink the cup, you proclaim the Lord's death until he comes. Whoever therefore eats the bread or drinks the cup of the Lord in an unworthy manner will be guilty concerning the body and blood of the Lord. Let a person examine himself then, and so eat of the bread and drink of the cup. For anyone who eats and drinks without discerning the body eats and drinks judgment on himself. That is why many of you are weak and ill, and some have died. But if we judge ourselves truly, we would not be judged. But when we are judged by the Lord, we are disciplined, so that we may not be condemned along with the world. സ്വയം ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ തിന്നുവാനും പാനപാത്രത്തിൽ കുടിക്കുവാനും. കർത്താവിന്റെ മരണത്തെ, ആ തിരുശരീരത്തെ വിവേചിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. യേശു എനിക്ക് വേണ്ടി എന്തുകൊണ്ട് മരിച്ചു എന്ന് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ധ്യാനിക്കാതെ ആരും ഈ തിരുമേശയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. യേശുവോടുള്ള ബഹുമാനാർത്ഥം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. നിങ്ങളുടെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിയിടാൻ കഴിയുന്നവർക്ക് കാലിൽ നിന്ന് ചെരുപ്പും കൂടെ ഊരിയിട്ട് ഈ വിശുദ്ധ തിരുമേശയിൽ ഭക്തിയോടെ തിരുമേശയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ കാലിൽ നിന്ന് ചെരുപ്പും കൂടെ ഊരിയിട്ടാൽ അത് ദൈവത്തോട്, കർത്താവിന്റെ തിരുസന്നിധിയിലുള്ള ഒരു ബഹുമാനാർത്ഥം, നമ്മുടെ പ്രാണപ്രിയനോടുള്ള ഒരു ബഹുമാനാർത്ഥം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ അപ്പവിഞ്ഞുകളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതെന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. നാം നിൽക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ. ആകയാൽ അപ്പം ഉണ്ടാകുകൊണ്ട് ബദലായി നാം ക്രിസ്തുവിൽ ഒരു ശരീരസ്ഥമാകുന്നു. അവൻ അത്താഴം കഴിഞ്ഞ് വെച്ച് അവൻ പാനപാത്രം എടുത്തു, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നാം ഇത് കുടിക്കുമ്പോഴൊക്കെയും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി ആരും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമായി തീരേണ്ടതിന് ഇത് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ അപ്പത്തെയും വീഞ്ഞിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന അരുമനാഥന്റെ സ്നേഹങ്ങൾ തിരിച്ചറിയുന്നതാണ്. നിങ്ങളെ സ്വന്തം പുത്രനാക്കി മാറ്റുവാൻ അങ്ങ് വിലയർപ്പിച്ചുവല്ലോ കർത്താവേ. സ്വർഗീയ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി അർപ്പിച്ച ആ തിരുവനന്തപുരത്തെ ഞങ്ങൾ ഓർക്കുന്നതാണ്. കർത്താവേ, അങ്ങയുടെ തിരിശരീരം ഞങ്ങൾക്ക് വേണ്ടി നിർക്കപ്പെട്ട് ഒരു പുതുവഴി തുറന്നു തന്നല്ലോ. അങ്ങയുടെ ദേഹമെന്ന തിരിശീലം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന നിങ്ങളെ കർത്താവെ, ആ തിരുസന്നിധിയോട് ഞങ്ങളെ അടുപ്പിച്ച അങ്ങയുടെ മഹാസ്നേഹം ഞങ്ങൾ ഓർക്കുന്നതാണ്. കർത്താവെ, അത് ഓർത്തുകൊണ്ട് അപ്പത്തെ മുറുക്കി ഭക്ഷിപ്പാനും അങ്ങയുടെ തിരുവനന്തപുരത്തെ ധ്യാനിച്ചുകൊണ്ട് പാനപാത്രത്തിൽ പാനം ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ഈ അപ്പവിഞ്ഞുകളെ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി അനുഗ്രഹിച്ചു തരണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നതാണ്.
നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ അപ്പവീഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു. നാഥൻ അങ്ങനെ അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ ശരീരത്തിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ തിരുശരീരം നിർക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും തുടർന്ന് പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ അപ്പം നമ്മൾ ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യും. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കിയരുൾ. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കിയരുൾ. തൃപ്പാദം ചൊരിയുന്ന തന്നൂടെ ശിഷ്യർക്ക്. തൃപ്പാദം തോടുന്ന തന്നൂടെ ശിഷ്യർക്ക്. വാരിയുണ്ടു രഹസ്യാമി. വാരിയുണ്ടു രഹസ്യാമി. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. പൊന്നായ തിരുജടം നാരക്കു വേണ്ടി നുറുങ്ങി. പൊന്നായ തിരുജടം നാരക്കു വേണ്ടി നുറുങ്ങി. ഒന്നോടെ തിരുരക്തം ചൊരിഞ്ഞുവല്ലോ. ഒന്നോടെ തിരുരക്തം ചൊരിഞ്ഞുവല്ലോ. സർവപാപകരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. സർവപാപകരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. യേശുക്രിസ്തുവിന്റെ തിരുശരീരം നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നതിനെ ഓർത്തുകൊണ്ട് ഈ അപ്പത്തിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാം. സ്തോത്രം ചെയ്ത് ഭക്ഷിക്കാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ശരീരത്തിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ തിരുശരീരം കാൽവറിയിൽ നിർക്കപ്പെട്ടു. നമ്മുടെ ശരീരത്തിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറിയിൽ യേശുവിന്റെ ശരീരം നിർക്കപ്പെട്ടപ്പോൾ തിരുനിണം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നു. ആ തിരുനിണത്തെ ധ്യാനിച്ചുകൊണ്ട് പാനപാത്രത്തിൽ നിന്ന് നമുക്ക് പാനം ചെയ്യാം. നമ്മുടെ ശരീരത്തിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ തിരുനിണം നമുക്ക് വേണ്ടി കാൽവറിയിൽ ചൊരിഞ്ഞു തന്നതിനെ ഓർക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കും. ഈ തിരുമേശയിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തന്നു ഓർത്ത കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ തിരുമേശ നമ്മൾ അനുഭവിച്ചുവെങ്കിലും ഈ തിരുമേശ നമ്മൾ വിളിച്ചറിയുന്ന രണ്ട് സത്യങ്ങളുണ്ട്. ഞാൻ വരുവോളം ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് യേശു പറഞ്ഞു. നാം ഇത് അനുഷ്ഠിച്ചതിന്റെ കാരണം നമ്മുടെ കർത്താവ് ഇതുവരെ വന്നില്ല. എന്നാൽ നമ്മൾ പ്രത്യാശയോട് പുതുക്കാം. ഈ ദിവസങ്ങളിലൊന്നും നമ്മുടെ കർത്താവ് വരാറായി. അവന്റെ ശബ്ദം കാലൊച്ച നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ലക്ഷണങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശ പുതുക്കാം. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മറ്റൊരു സത്യം ചില പത്രമേശയിൽ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ സ്വന്തക്കാരിൽ, നമ്മുടെ അയൽക്കാരിൽ, നമ്മുടെ ചർച്ചക്കാരിൽ, ദേശത്ത് അനേകരെ ഈ കൃപയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അവരെത്രയും വേഗം മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാൻ കർത്താവ് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവെ അവരോട് ദീർഘക്ഷമ കാണിക്കണമേ, അവർക്കൊരു അവസരം കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പവിഞ്ഞുകളെല്ലാം കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചതെന്ന് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് തൃപ്പാദപീഠത്തിൽ കർത്താവെ അങ്ങയുടെ കാൽവരി രക്തത്തെയും തിരുശരീരത്തെയും ധ്യാനിച്ചുകൊണ്ട് അപ്പവിഞ്ഞുകളിൽ ഞങ്ങൾക്ക് ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും ഭാഗവാക്കളാകുവാനും തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നതാണ്. ശുശ്രൂഷകളെ കൈയേറ്റി വലിച്ചു ചേർത്തനായി സ്തോത്രം. ശുശ്രൂഷിപ്പാനേളിവന് ശക്തി കൃപയ്ക്കായി സ്തോത്രം.
അങ്ങനെ പറയുന്ന പ്രത്യാശയോടെ ഈ കാത്തിരുന്ന് ഭക്തജീവിതം നയിച്ച കർത്താവെ, നിത്യതയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവെ അങ്ങയോടൊപ്പമുള്ള ആ വിശുദ്ധ വിരുന്നിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ചർച്ചകളിലും ഞങ്ങളുടെ സ്വന്തക്കാരിലുമുള്ള പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ട് കൃപയിലേക്ക് എടുത്തുവരുവാൻ കർത്താവ് സഹായിക്കണമേ. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അങ്ങ് ദീർഘക്ഷമ കാണിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നതാകാം. കർത്താവ് അതിനായി സഹായിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പാട്ടിന് ചില വരിവഴി പ്രത്യാശക്കാരൻ പാടി സമയത്ത് സഹോദരന്മാർ തമ്മിലും വന്ദനം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുക, പൊരുതുനിൽക്കുക